നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ പൈ നെറ്റ്വർക്കിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. KYC വെരിഫിക്കേഷനെ കുറിച്ചിട്ടുള്ളത് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും പിന്നെ പൈയുടെ യൂട്ടിലിറ്റി എന്നാണെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ അതും പിന്നെ പൈ ബൈനാൻസ് ലിസ്റ്റിങ്ങിൻ്റെ ഒരു റൂമർ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ അതുകൂടാണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അത് ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി ഈ വീഡിയോയിൽ ചെറുതായിട്ട് പറയണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പ്ലോർ ടെക്, ക്രിപ്റ്റോ ആൻഡ് ബിയോണ്ട് വിത്ത് SNK. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ നെറ്റ്വർക്കിൻ്റെ ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ KYC ആൻഡ് മെയിൻനെറ്റ് മൈഗ്രേഷൻ ഡെഡ്ലൈൻസ് ഫോർ ദ ഗ്രേസ് പീരീഡ് ഹാവ് ബീൻ എക്സ്റ്റെൻഡഡ് വൺ ലാസ്റ്റ് ടൈം ടു 8 AM UTC on March 14, 2025, allowing additional time and opportunity after open network for real pioneers to verify their balances and migrate to mainnet എന്ന് പറഞ്ഞ എഴുതിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ദ എക്സ്റ്റൻഷൻ എസ്പെഷ്യലി ഹെൽപ്സ് pioneers who have recently returned and want to re-engage with the network. Now the open network is live, upholding Pi's core objective of inclusivity and fairness. Submit your KYC application and complete your mainnet checklist by 8 AM UTC on March 14, 2025 to avoid any forfeiture എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോർഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 14 8 AM UTC കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതായത് നമ്മുടെ കോയിൻസ് ഫോർഫീച്ചർ ആയിപ്പോകും, എന്ന് വെച്ചാൽ അത് ലോസ് ആയിപ്പോവും. ഇനി ഇവിടെ ലേൺ മോറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചത് തന്നെയാണ്. ദ ഗ്രേസ് പീരീഡ് ഹാസ് വൺ ലാസ്റ്റ് എക്സ്റ്റൻഷൻ. ഇത് ലാസ്റ്റ് എക്സ്റ്റൻഷനാണ്. March 14 എന്ന് വെച്ചാൽ പൈ ഡേ ആണ്, ഇൻ്റർനാഷണൽ പൈ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രേസ് പീരീഡ് എന്ന് വെച്ചാൽ ലാസ്റ്റ് എക്സ്റ്റൻഷനാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റില്ല, KYC വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ KYC നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ March 14 മുമ്പ് എന്തായാലും ചെയ്യാം. ടൈമുണ്ട്, ഒരു 2 ആഴ്ച കൂടി ടൈമുണ്ട്, 2 ആഴ്ചയുടെ അടുത്ത് ടൈമുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മെയിൻനെറ്റ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് എന്ന് വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ എനി പയണിയർ ടു കംപ്ലീറ്റ് ദ റിക്വയർഡ് സ്റ്റെപ്സ് ടു അവോയ്ഡ് ഫോർഫീറ്റിംഗ് ദെയർ പാസ്റ്റ് മൊബൈൽ ബാലൻസസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വൈ എക്സ്റ്റെൻഡ് ദ ഗ്രേസ് പീരീഡ് ഓൺ ലാസ്റ്റ് ടൈം എന്ന് ചോദിക്കുമ്പോൾ റീ എൻഗേജിങ് ഏർലി പയനേഴ്സ്. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന പയനേഴ്സ് ഇപ്പോൾ കയറി വന്നിട്ട് അവർ KYC എന്നാ വെരിഫൈ ചെയ്യാണ്ട് പോരുത്. അതുകൊണ്ടാണ് റീ എൻഗേജിങ് ഏർലി പയനേഴ്സ്, ഏർലി ഉണ്ടായിരുന്ന ആൾക്കാർ വീണ്ടും വന്നവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നത്. പിന്നെ ഇൻക്ലൂസിവിറ്റി ആൻഡ് ആക്സസിബിലിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഫർദർ റെമഡി ഫോർ കോർണർ കേസസ്, അതായത് KYC കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതാണ് അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ. പിന്നെ അച്ചീവിങ് നെറ്റ്വർക്ക് ഗോൾസ്, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വാട്ട് ഡസ് ദിസ് എക്സ്റ്റൻഷൻസ് മീൻ ഫോർ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് യുവർ KYC ആപ്ലിക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് യുവർ മെയിൻനെറ്റ് ചെക്ക് ലിസ്റ്റ് ടു മൈഗ്രേറ്റ് ടു മെയിൻനെറ്റ് ബൈ 8 AM UTC ഓൺ March 14, 2025 എന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രേസ് പീരീഡ് റൂൾസ് അൺചേഞ്ച്ഡ് ആണ്. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്റ്റൻഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പയ്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൽ തന്നെ ആ ഒരു ഫൈനൽ ഡെഡ് ലൈനിൻ്റെ എക്സ്റ്റൻഷൻ്റെ ഇട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 ലൈൻസിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മെയിൻനെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെരിഫൈഡ് അൺവെരിഫൈഡ് കാണാൻ പറ്റും. അപ്പോൾ ഈ വെരിഫൈഡ് അൺവെരിഫൈഡ് എന്നുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഈ ട്രാൻസ്ഫറബിളായിട്ട് അല്ലെങ്കിൽ വെരിഫൈഡിലായിട്ട് മാറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഫൈനൽ ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഈ KYC ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെരിഫൈഡ് ആവുള്ളൂ എന്നാണ് ഞാൻ കണ്ടത്. അതായത് നമ്മുടെ ഇപ്പോൾ ചിലപ്പോൾ നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ കുറേ പേര് സെക്യൂരിറ്റി സർക്കിളിലും അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസിലുള്ള ആൾക്കാർ ഓൾറെഡി KYC കംപ്ലീറ്റ് ചെയ്ത് മെയിൻനെറ്റ് മൈഗ്രേഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് വെരിഫൈഡ് ആയിട്ടുണ്ടാവില്ല ഇതിൽ കിടക്കണേ. അപ്പോൾ ഇതിൽ കിടക്കണ കുറച്ച് പയ്യും കൂടി നമ്മുടെ വെരിഫൈഡ് ആയിട്ട് വരാനുണ്ടാവും. അതവർ ഫൈനൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഈ KYCയുടെ ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് വെരിഫൈഡ് ആവുള്ളൂ. ബാക്കിയൊക്കെ ഫോർഫീറ്റ് ആവുമെന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ അതാണ് ഈ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഈ അൺവെരിഫൈഡ് ഇപ്പോൾ ആവാത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൽ ടീമും സെക്യൂരിറ്റി സർക്കിൾ മെമ്പേഴ്സൊക്കെ KYC കംപ്ലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ മെയിൻനെറ്റ് മൈഗ്രേഷൻ ചെയ്താലും ഇതാവാത്ത എന്നാന്ന് വെച്ചാൽ അത് ഫൈനൽ ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ്. പൈ കോർ ടീമിൻ്റെ ഫൈനൽ ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അത് വെരിഫൈഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ ആവുള്ളൂ എന്നാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. യൂസറിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഫറൽ ടീമിൻ്റെ അവിടെ യു ആർ
യു ആർ അറ്റ് റിസ്ക് ഓഫ് ലോസിങ് പൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സെൻഡ് റിമൈൻഡർ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും റിമൈൻഡർ പോവും. പിന്നെ പിങ് മെമ്പേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് ചെയ്യാൻ വേണ്ടി പിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൈയുടെ പ്രൈസ് അത്യാവശ്യം ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഒരു ട്വീറ്റ് പോസ്റ്റ് വന്നു. ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് വന്നത്. അതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ US ക്രിപ്റ്റോ റിസർവ് ഡിജിറ്റൽ കറൻസീസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് ആയിട്ടുള്ള XRP, സോള്, അഡ ഇതിനെയൊക്കെ ക്രിപ്റ്റോ സ്ട്രാറ്റജിക് റിസർവിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന പറഞ്ഞിട്ടുണ്ട്. പിന്നെ US ഈസ് ദ ക്രിപ്റ്റോ ക്യാപിറ്റൽ ഓഫ് വിൽ മേക്ക് ഷുവർ US ഈസ് ദ ക്രിപ്റ്റോ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. US ക്രിപ്റ്റോ ക്യാപിറ്റൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാ ആക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് വന്നതിൻ്റെ പേരിലാണ് എല്ലാവരും ഓൾറെഡി ഉള്ള ആൾക്കാർ മിക്കവാറും സെല്ല് ചെയ്തിട്ടുണ്ടാവും. സെല്ല് ചെയ്തിട്ട് ഈ ട്രംപിൻ്റെ കോയിൻ ഇറങ്ങിയിട്ടുണ്ട്, ട്രംപ് എന്ന് പറഞ്ഞിട്ടൊരു മീം ടോക്കൺ ഇറങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ ക്രിപ്റ്റോസ് ഉണ്ടല്ലോ, ഇതിലിപ്പോൾ മെൻഷൻ ചെയ്ത ക്രിപ്റ്റോസ് എന്ന് വെച്ചാൽ എതീറിയം, BTC ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എതീറിയം, BTC, സോള്, അഡ, ഈ പറഞ്ഞ സംഭവങ്ങൾ മേടിക്കാനായിട്ട് ഇപ്പോൾ കയ്യിലുള്ള കോയിൻസ് സെല്ല് ചെയ്തിട്ടുണ്ടാവും, പൈ കോയിൻസൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഓൾറെഡി ട്രംപ് പറഞ്ഞിട്ടുണ്ട് വേറൊരു പൈ ഹോൾഡേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ട്രംപ് എന്ന് വെച്ചാൽ US ബിൽഡ് ചെയ്ത ക്രിപ്റ്റോസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു പൈ കോയിൻ എന്ന് വെച്ചാൽ US ബിൽഡ് ചെയ്തതാണ്. അതുകൊണ്ട് പൈ കോയിനെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ട്രംപ്. ബൈനാൻസിൽ പൈന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ബൈനാൻസിൻ്റെ ട്വിറ്ററിൽ പൈന്ന് സെർച്ച് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. കമ്മ്യൂണിറ്റി വോട്ടിൻ്റെ ഒരു സംഭവം അവർ ഇട്ടുണ്ടായിരുന്നു അതിൽ, ബൈനാൻസ് സ്ക്വയറിൽ. അപ്പോൾ അതിൽ പൈ ലിസ്റ്റ് ചെയ്യണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 86% പേരും ലിസ്റ്റ് ചെയ്യണമെന്നാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് പീരീഡ് എൻഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ടിംഗ് പീരീഡ് 27/2 എൻഡായി. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരൊരു സംഭവം ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് എല്ലാവരും പറയണതെന്ന് വെച്ചാൽ, അത് മിക്കവാറും മാർച്ച് 14 ലിസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ആ ഒരു ട്വീറ്റ്. ഇവിടെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരൊരു ഹിൻഡ് പോലെ ഇട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയാണ് അവർ ഇട്ടത്. ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഈ ഒരു ഫോട്ടോ ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്നത്. ബൈനാൻസ് ഒരു കണ്ണ് കാണിച്ചിട്ട് ഒരു ഹിൻഡ് പോലെ ഇട്ടാണ് 3 ദിവസം മുമ്പ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയാണ് അവർ ഇട്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കുറേ പേര് ഡീകോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് പൈയുടെ 3.14 ആണെന്ന് പറഞ്ഞിട്ട് ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരാൾ ഡീകോഡ് ചെയ്തത്. ഇത് നോക്കുവാണെങ്കിൽ 3.14 എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈ ലിസ്റ്റ് ആവുന്നുള്ളൊരു ഹിൻഡ് കൊടുത്ത് തന്നെയായിരിക്കും ചിലപ്പോൾ. അത് അറിയാൻ പാടില്ല, കൺഫേം ആണോന്നറിയില്ല. പക്ഷേ എന്നാലും ഈ ഒരു ഹിൻഡ് സത്യമാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഓൾറെഡി 86% വോട്ട് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാണെന്നറിയില്ല എന്നുള്ളൂ. അപ്പോൾ മിക്കവാറും 14 ആയിരിക്കും പൈ ഡേയുടെ അന്നായിരിക്കും മിക്കവാറും. അപ്പോൾ അത് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ബൈനാൻസിൽ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാർക്കറ്റ് ക്യാപ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട്. യൂട്ടിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ യൂട്ടിലിറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പൈ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. പൈ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ദ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പൈയുടെ ആ ഒരു മെയിൻ നെറ്റിൽ ഡെവലപ്പ് ചെയ്തിരുന്നതും ടെസ്റ്റ് നെറ്റിൽ ഡെവലപ്പ് ചെയ്തിരുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ ആപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ആ ഓരോ ആപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്താണ്. അത് ഓരോ യൂട്ടിലിറ്റിയാണ് ഓരോ ആപ്പിനെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്ക് ജെന്യുവിൻ ആപ്പും ഉണ്ടാവും, അല്ലാത്ത ആപ്പും ഉണ്ടാവും. അതുകൊണ്ട് ആപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാപ്പ് ഓഫ് പൈ എന്ന് പറഞ്ഞൊരു ആപ്പ് എന്ന് വെച്ചാൽ സെർച്ച് ബൈ ആൻഡ് സെൽ എവറിത്തിങ് വിത്ത് മാപ്പ് ഓഫ് പൈ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പൈ വെച്ച് ബൈ ചെയ്യാനും സെല് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ പൈ ഗെയിമിങ്ങിനുള്ളതാണ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ പൈനെറ്റ് ആപ്പ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ദിസ് ഈസ് നോട്ട് എ പൈനെറ്റ് ആപ്പ്, അതെന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുള്ള വെരിഫൈഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഇതിൽ കാണിച്ച വാട്ട് ഈസ് ദിസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അൺവെരിഫൈഡ് ആപ്പ് ഉണ്ട്, ടെസ്റ്റ് നെറ്റ് ആപ്പ് ഉണ്ട്, പിന്നെ വെരിഫൈഡ് ആപ്പ് ഉണ്ട്. വെരിഫൈഡ് ആപ്പ് എന്ന് വെച്ചാൽ ദിസ് ഈസ് എ മെയിൻനെറ്റ് ആപ്പ് ദാറ്റ് യൂസസ് റിയൽ പൈ ആൻഡ് ഇറ്റ് ഹാസ് അപ്രൂവ്ഡ് ബൈ ദ കോർ ടീമാണ്. ബാക്കി എന്ന് വെച്ചാൽ കണ്ട ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത ആപ്പുകളാണ് ഈ അൺവെരിഫൈഡ് ആപ്പ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൽ കുറേ അൺവെരിഫൈഡ് ആപ്പ് ഉണ്ട്. ഇതൊക്കെ മിക്കവാറും മെയിൻ നെറ്റ് കംപ്ലീറ്റ്ലി ഈ KYCയുടെ ഒക്കെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി എല്ലാം വന്നു കഴിയുമ്പോൾ ഇതൊക്കെ മിക്കവാറും വെരിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്തിൻ്റെ യൂട്ടിലിറ്റി, പിന്നെ അല്ലാണ്ട് യൂട്ടിലിറ്റീസ് മാത്രം
യൂട്ടിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, റേഡിയോ, പിന്നെ ആപ്പ് ലിങ്ക് ഫോർ പൈ, കെയർ ഫോർ പൈ, ഇൻ്റർനെറ്റ് സ്പീഡ്, എക്സ്പ്ലോർ പൈ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാവൽ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഓപ്പൺ മെയിനിറ്റ് ലോഞ്ച് ആവുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. പിന്നെ NFT. അപ്പോൾ ഈ NFT എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാർക്കറ്റ് പ്ലേസ് പോലത്തെ ഒരു സംഭവം ഇപ്പോൾ ഒരു ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വെരിഫൈഡ് അല്ല, വെരിഫൈഡ് ആവുമായിരിക്കും ഉടനെ തന്നെ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ നെറ്റ് എന്നുള്ളത് ക്ലോസ് ചെയ്യുക, ടെസ്റ്റ് നെറ്റിലായിരിക്കും മിക്കവാറും അത് കണ്ടോ, അത് ടെസ്റ്റ് നെറ്റ് കിടക്കുവാണ്. പൈ NFT.art എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് പ്ലേസ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഡെവലപ്പർ ഡെവലപ്പ് ചെയ്തതാണ്. ദിസ് ഈസ് എ ടെസ്റ്റ് നെറ്റ് വെർഷൻ ഓഫ് ദിസ് ആപ്പ്. ദിസ് മീൻസ് ദാറ്റ് ഓൾ ദ ട്രാൻസാക്ഷൻ വിൽ ബി മെയ്ഡ് വിത്ത് ടെസ്റ്റ് പൈ, നോട്ട് റിയൽ പൈ. ദിസ് ആപ്പ് ഈസ് അൺഅഫിലിയേറ്റഡ് വിത്ത് പൈ നെറ്റ്വർക്ക്, കാരണം ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മെയിൻ നെറ്റിലുള്ളതാണ്. ഈ മെയിൻ നെറ്റ് മാത്രം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ നെറ്റിലുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അത് 2 പേജാണുള്ളത്. അതല്ലാണ്ട് നമ്മൾ ഹോളായിട്ട് നോക്കുകയാണെങ്കിൽ 100+ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഇ-കൊമേഴ്സ്. ഈ എക്സ്പ്ലോർ എക്കോസിസ്റ്റത്തിൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഈ ഇ-കൊമേഴ്സിൻ്റെ സംഭവം ഉണ്ടാവും. പൈ മാൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. പൈ മാൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കാണിച്ചു തരാം. കൊമേഴ്സ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈ പ്ലേസ്, ഇത് ഇവിടെ മെയിൻ നെറ്റ് എന്നുള്ള ക്ലോസ് ചെയ്യാണ്. ഇവിടെ പൈ കൊമേഴ്സിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇ-കൊമേഴ്സ് ടൈപ്പ് സംഭവങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, ഡാബിയ മാള്, പിന്നെ ഇവിടെ പൈ മാള്, പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ GPM ഗ്ലോബൽ പൈ മാർക്കറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഇ-കൊമേഴ്സ് റിലേറ്റഡ് കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഇതൊന്നും ഒഫീഷ്യലി വെരിഫൈഡ് അല്ല, പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ യൂട്ടിലിറ്റീസ് ഇഷ്ടം പോലെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പൈയുടെ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൈയുടെ ഇപ്പോഴത്തെ പ്രൈസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മാർക്കറ്റ് കറക്ഷനാണ്. ട്രംപിൻ്റെ ഒരു ഒറ്റ ട്വീറ്റ് കൊണ്ട് ട്രംപ് പറയുന്ന കോയിൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോൾ ഉള്ള ഒരു കോയിൻസ് സെല്ല് ചെയ്തിട്ട് ട്രംപ് പറയുന്ന കോയിൻസ് മേടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് പൈയുടെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ. താങ്ക് യു.